2024 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതല്ലാതെ എന്താ പറയാൻ പറ്റുന്നത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 2014 ശേഷമാണെന്നാണ് അവരുടെ വിചാരം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ കരുതാത്തവരാണ് അവർ. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? കേരളം കഞ്ഞി കുടിച്ച് കിടക്കുന്ന മോഡി ഉള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ അധ്വാനശീലരും കഴിവുള്ളവരുമാണ്. അവരെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? കേരളത്തിലെ ജനങ്ങൾ ലോകം മുഴുവൻ പോയി കഷ്ടപ്പെട്ട് അവരുടെ നാട്ടിലേക്ക് പണം വയ്ക്കുകയും നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നാടാണ്. അത് മോഡിയുടെ കൃപാകടാക്ഷം കൊണ്ടൊന്നും അല്ല കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്. മോഡി ഇല്ലെങ്കിലും ആരില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അധ്വാനശീലരായ കഴിവുള്ള ജനങ്ങളാണ്. അവരെവിടെയും പോയി കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് പണം വയ്ക്കുകയും കേരളത്തെ പിടിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഇത്തരം പ്രസ്താവനകളൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് എനിക്ക് പറയാം. ഒരു സംശയവുമില്ല. 20 2020 അടിക്കും. ഇത്തവണ 2020 അടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അഭിപ്രായ സർവേകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 7 സീറ്റുകൾ ഇന്നലെ മാതൃഭൂമി അഭിപ്രായ സർവേ പുറത്തു വന്നപ്പോൾ 6 UDFനാണ് വിജയം പറയുന്നത്. പക്ഷേ KPCC പ്രസിഡന്റ് 3% വോട്ടിന് പരാജയപ്പെടുന്നതാണ് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. KPCC പ്രസിഡന്റ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് കണ്ണൂരിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്നുള്ള ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ച് മത്സരിപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും ജയിക്കും. എല്ലാ സീറ്റും ഞങ്ങൾ ജയിക്കും. അതിനെ സംബന്ധിച്ച് പറയാൻ എനിക്ക് അധികാരമില്ല. അത് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ്. UP സീറ്റ് എടുക്കുമ്പോഴാണ് അക്കാര്യം തീരുമാനിക്കുന്നത്. പറയാൻ അധികാരമുള്ളൊരു കാര്യം ചോദിച്ചോട്ടെ. പത്തനംതിട്ട ആന്റോണിയുടെ കൺവെൻഷനിൽ നിന്ന് മുൻ MLA ശിവദാസൻ നായർ മാറുന്നു. അതൊരു എങ്ങനെയാണ്? അതൊരു ശരിയായ നടപടിയാണ്? പത്തനംതിട്ടയിലെ കൺവെൻഷൻ വലിയ കൺവെൻഷനായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാകും ഒരുപക്ഷെ പങ്കെടുക്കാതിരുന്നത്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഏതായാലും അങ്ങനെ പറയത്തക്ക ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിയിൽ ഒരിടത്തുമില്ല എന്നുള്ളതാണ് സത്യം. പല നേതാക്കളും BJPയിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾക്കിടയിലാണ് ശിവദാസൻ നായർ മാറുന്നത്. ആന്റോണിയായിട്ടുള്ള പ്രശ്നമാണോ അതോ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന്? അല്ല, അത് എനിക്കറിയില്ല. എന്താ അദ്ദേഹം ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെ ഒരു പാർട്ടി മാറുന്ന ഒരാളൊന്നുമല്ല. ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. ശക്തമായി തന്നെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. എന്തുകൊണ്ടാണ് ഇന്നലെ വരാഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളും ഉണ്ടാകാം, അല്ലാണ്ട് മറ്റൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി വോട്ട് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. സ്റ്റാർ കമാൻഡർമാർ പരമാവധി സംയമനം പാലിക്കണം, അവർ അന്തസ്സോടെ പെരുമാറണമെന്ന്. അപ്പോൾ പക്ഷേ ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകാൻ കമ്മീഷൻ തയ്യാറായില്ല. ഈവൻ രാഹുൽ ഗാന്ധിയുടെ നേരത്തെ തന്നെ പല പരാമർശങ്ങളും ചെയ്തിട്ട് ഇതിനേക്കാൾ മൈൽഡായിട്ടുള്ള പരാമർശങ്ങൾക്ക് അതിൽ നോട്ടീസ് നൽകിയിരുന്നു. തീർച്ചയായിട്ടും വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കേണ്ടതാണ്. കേരള മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നുണ്ട്. ആളുകളെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ജോലി. ഒരു കാര്യവും ചെയ്യാത്ത കേരള ഗവൺമെൻറ് നശിച്ച് നാമാവിശേഷമായ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലേത്. എന്നിട്ടും അദ്ദേഹം ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹവും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. രണ്ടുപേരും ഒരേ പാതയിലാണ്. രണ്ടുപേർക്കും നോട്ടീസ് കൊടുക്കേണ്ട കാലമായിരിക്കും. EP ജയരാജൻ ഇപ്പം സംസാരിക്കുന്നത് മുഴുവൻ BJPയുടെ ഭാഷയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? BJPക്ക് വേണ്ടി പറയുകയാണ്. ഈ പറച്ചിലും BJPക്ക് വേണ്ടിയിട്ടാണ്. അപ്പം BJPയുടെ സ്പോക്സ്മാനാണോ, BJPയുടെ NDA കൺവീനറാണോ, LDF കൺവീനറാണോ ജയരാജൻ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും. അതാണ് ആ സംശയം. ആ സംശയം ദൂരീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാം.